ഞാൻ ഇതിനു മുമ്പും പല പ്രാവശ്യം ഓർപ്പിച്ചതുപോലെ ഉപദേശവും ജീവിതവും രണ്ടും തമ്മിൽ ഒരു സന്തുലനം ഉണ്ടായിരിക്കണം. ജീവിതമില്ലാത്ത ഉപദേശം നമ്മളെ പരീശന്മാരാക്കി മാറ്റും. അതുകൊണ്ടാണ് കർത്താവ് പരീശന്മാരെ ഇത്രയധികം ഭത്സിച്ചത്. അവരെക്കുറിച്ച് പറഞ്ഞ വാക്കുകളൊക്കെ വളരെ കഠിന വാക്കായിരുന്നു. ഒരു പ്രാവശ്യം കൂടി ഞാൻ ഓർപ്പിക്കട്ടെ, ജീവിതം ഇല്ലാത്ത ഉപദേശം നമ്മളെ പരീശന്മാരാക്കി മാറ്റും. ഉപദേശമില്ലാത്ത ജീവിതം നമ്മളെ അക്രൈസ്തവരാക്കി മാറ്റും. കാരണം ഉപദേശമില്ല, ജീവിതം മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ വീടിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ താമസിക്കുന്ന ചില ഹിന്ദുസ് നമ്മളെക്കാൾ ബെറ്റർ ജീവിതമായിരിക്കും, മുസ്ലിംസ് ബെറ്റർ ജീവിതമായിരിക്കും. അതുകൊണ്ട് ഉപദേശവും ജീവിതവും തമ്മിൽ ഒരു സന്തുലനം ആവശ്യമാണ് എന്ന് മാത്രമല്ല, വേദപുസ്തകം ഇവിടെ പഠിപ്പിക്കുന്നു, അവിടെ ഉപദേശം മാത്രം പഠിപ്പിച്ചാൽ പോരാ, ഉപദേശത്തിന്റെ കൂടെ ജീവിതം കൂടെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഉപദേശം മാത്രം പഠിപ്പിച്ച് ജീവിതം പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മളും അക്രൈസ്തവരും തമ്മിൽ ഒരു അന്തരമില്ലാതെ മാറും. ജീവിതമില്ല, ഉപദേശം മാത്രം പഠിപ്പിക്കുകയാണെങ്കിൽ വേർപാട് സമൂഹത്തിലുള്ള കൾട്ടുകൾ, ചില കൾട്ടുകൾ ഉണ്ടല്ലോ, നമ്മൾ അങ്ങനെ ആയി മാറും. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 5 അധ്യായപ്പോഴത്തേക്ക് ദൈവാത്മാവ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടിക്കൽ ലൈഫിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ ഈ പ്രായോഗിക ജീവിതത്തെ കുറിച്ച് ദൈവവചനം പഠിപ്പിക്കുമ്പം ആ പ്രായോഗിക ജീവിതം ഉപദേശത്തിൽ അധിഷ്ഠിതമാണെന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. ഗലാത്യ ലേഖനം 5 അധ്യായം 3 സെക്ഷൻസ് ആണുള്ളത്. ഒന്നാമത്തെ സെക്ഷൻ നമ്മൾ കവർ ചെയ്തു. 1 തൊട്ട് 12 വാക്യങ്ങളിൽ, ഗലാത്യ ലേഖനം 5 അധ്യായം 1 തൊട്ട് 12 വാക്യങ്ങൾ ഓർപ്പിക്കുന്നത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. 12 വാക്യങ്ങൾ അതിൻ്റെ വിവിധ വശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. ആ വാക്യങ്ങൾ പഠിച്ച സമയത്ത് ഞാൻ ഓർപ്പിച്ചായിരുന്നു, മനുഷ്യർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാലും അവർക്ക് അടിമത്വമാണ് താല്പര്യമുള്ളത്. അത് ഏദൻ തോട്ടത്തിൽ തുടങ്ങിയതാണ്. ഏദൻ തോട്ടത്തിൽ ജീവന്റെ വൃക്ഷം ഉണ്ടായിട്ടും ജീവന്റെ വൃക്ഷം എന്ത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടും ആദാമോ ഹവ്വായോ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചില്ല. നേരെ മറിച്ച് അടിമത്വത്തിന്റെ വൃക്ഷം, മരണത്തിന്റെ വൃക്ഷത്തിന്റെ ഫലമാണ് അവര് ഭക്ഷിച്ചത്. അതുകൊണ്ടാണ് ദൈവവചനം ആവർത്തിച്ചോർപ്പിക്കുന്നത് അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുതെന്ന്. പഴയ നിയമത്തിലെ ഹിസ്റ്ററി പഠിക്കുമ്പോഴും അതേ കാര്യങ്ങൾ നമ്മൾ കാണുന്നെന്ന് ഓർപ്പിക്കട്ടെ. അത് കഴിഞ്ഞ് 13 തൊട്ട് 15, ഗലാത്യ ലേഖനം 5 അധ്യായം 13 തൊട്ട് 15, ആത്മാവിനാൽ ജീവിക്കുക, ജഡാഭിലാഷത്തിനനുസരിച്ച് ജീവിക്കരുത് എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. നമുക്കറിയാമല്ലോ, മനുഷ്യൻ പാപം ചെയ്ത സമയത്ത് അവനിൽ ഒരു പാപ സ്വഭാവമുണ്ടായി. ആദാം ഹവ്വ കഴിഞ്ഞ് അവരിൽ നിന്ന് ജനിച്ച് എല്ലാവരും ആ പാപ സ്വഭാവം കൊണ്ടാണ് ജനിച്ചത്. ഒരു വ്യക്തി രക്ഷ പ്രാപിക്കുമ്പോൾ അവനൊരു പുതിയ സൃഷ്ടിയായിത്തീരുന്നു, എല്ലാം പുതിയതായിത്തീരുന്നു. എന്നാൽ തന്നിൽ നിന്ന് പാപ സ്വഭാവം മാറ്റപ്പെടുന്നില്ല. അത് പ്രത്യേകം എല്ലാ വിശ്വാസികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു വ്യക്തി ക്രിസ്തുവിലായാൽ ഒരു പുതിയ സൃഷ്ടിയാണ്, എന്നാൽ അവന്റെ ഉള്ളിലുള്ള ആ പഴയ പാപ സ്വഭാവത്തെ അവനിൽ നിന്ന് കർത്താവ് മാറ്റുന്നില്ല. അത് എന്തുകൊണ്ട് മാറ്റുന്നില്ല? അത് കർത്താവിന്റെ സർവാധികാരത്തിൽപ്പെട്ട കാര്യമാണ്.
പുതിയ നിയമം ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഒരു വിശ്വാസി തന്റെ ജീവിതം ഈ പാപ സ്വഭാവമായിട്ട് പോരാടി മല്ലിട്ട് അതിനെ പരാജയപ്പെടുത്തി ജീവിക്കണം. അതിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ആത്മാവിന്റെ നിറവ് പുതിയ നിയമത്തിൽ നൽകിയിട്ടുണ്ട്. അത് ഇതിനു മുൻപുള്ള ഒരു യുഗത്തിലും നൽകപ്പെട്ട കാര്യമല്ലെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പൊ അങ്ങനെ ആത്മാവിന്റെ നിറവിൽ ആ പാപ സ്വഭാവവുമായിട്ട്, അല്ലെങ്കിൽ പഴയ സ്വഭാവം, രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. അതേ അർത്ഥത്തിലാണ് പുതിയ നിയമത്തിൽ ജഡം എന്നുള്ള വാക്ക് പലയിടത്ത്, എല്ലായിടത്തും അല്ല, പലയിടത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ആ പാപ സ്വഭാവമായിട്ട് മല്ലിട്ട് അതിനെ തോൽപ്പിച്ച് പരാജയപ്പെടുത്തി നാം ജീവിക്കണം. അത് ദൈവം തന്റെ പരമാധികാരത്തിൽ വെച്ചിരിക്കുന്ന കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ നമ്മൾ രൂപാന്തരപ്പെട്ട ശരീരവുമായിട്ടായിരിക്കും ഉയർത്തെഴുന്നേൽക്കുന്നത്. ആ രൂപാന്തരപ്പെട്ട ശരീരത്തിൽ പാപ സ്വഭാവം ഉണ്ടാകത്തില്ല. പഴയ നിയമ വിശ്വാസികളും അവർക്ക് ദൈവം വെച്ചിരിക്കുന്ന ടൈം ടേബിളിനനുസരിച്ച് ഉയർത്തെഴുന്നേക്കും. അങ്ങനെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർക്കും രൂപാന്തരപ്പെട്ട ശരീരമായിരിക്കും നൽകപ്പെടുന്നത്. ഓഫ് കോഴ്സ് ഈ രൂപാന്തരപ്പെട്ട ശരീരം ഒരു ശുദ്ധീകരണത്തിന്റെ പ്രക്രിയയിൽ കൂടെ കടന്നു പോകും. അത് ഏറ്റവും വ്യക്തമായിട്ട് 1 കൊരിന്ത്യർ 3-ാം അധ്യായവും എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലാണ് ശുദ്ധീകരണത്തിന്റെ പ്രക്രിയയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ ശുദ്ധീകരണത്തിന്റെ പ്രക്രിയ കഴിയുമ്പോൾ രൂപാന്തരപ്പെട്ട ശരീരം തേജസ്കരിക്കപ്പെട്ട ശരീരമായി മാറും. അത് പെട്ടെന്നൊന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. ഇത് റിപ്പീറ്റഡ്ലി നാം നമ്മെ തന്നെ ഓർപ്പിക്കേണ്ടതാണ്. സോ രൂപാന്തരപ്പെട്ട ശരീരം പ്രാപിക്കുമ്പോഴാണ് പാപ സ്വഭാവം നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നത്. ഈ ലോകത്തിൽ നാം ജീവിക്കുന്ന അത്രയും കാലം ആ പാപ സ്വഭാവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ആ പാപ സ്വഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അതിന്റെ കാരണം കൊണ്ട് നമ്മുടെ 2 സ്വഭാവങ്ങൾ, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, അപ്പൊ ആ പുതിയ സൃഷ്ടിയും തന്നിലുള്ള ആ ജഡം അല്ലെങ്കിൽ പാപ സ്വഭാവം തമ്മിൽ നമ്മുടെ ജീവിതം മുഴുവൻ പോരാടിക്കൊണ്ടിരിക്കും. 13 തൊട്ട് 18 വാക്യങ്ങളിൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് ആത്മാവിനനുസരിച്ച് ജീവിക്കണം, ജഡത്തിനനുസരിച്ച് അല്ല. ജഡം നമ്മൾ ഉദ്ദേശിക്കുന്നത് പാപ സ്വഭാവം എന്നുള്ളതാണ്. ഇത് ഈ ന്യായപ്രമാണത്തെക്കുറിച്ചും കൃപയെക്കുറിച്ചും അല്ലെങ്കിൽ ഗ്രേസ് ഫെയ്ത്ത്, കൃപയും വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ ഈ ആത്മാവിലുള്ള ജീവിതം, ജഡത്തിലുള്ള ജീവിതം, ഇതെങ്ങനെയാണ് അവിടെ വന്നത്? അവിടെ വന്നതിന് ഒരു കാരണമുണ്ട്. കൃപയിൽ കൂടെ വിശ്വാസം ലഭിച്ച വിശ്വാസികൾ കൃപയിൽ കൂടെ രക്ഷ പ്രാപിച്ച വിശ്വാസികൾ രക്ഷ പ്രാപിച്ചത് കൃപയിൽ കൂടെ ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പ്ലസ് കൃപയുടെ സന്ദേശം അവരുടെ മധ്യേ എത്തിക്കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് പല നിഷേധിക്കാൻ സാധിക്കാത്ത തെളിവുകളിൽ കൂടെ ഇത് കൃപയുടെ സുവിശേഷമാണെന്നും ന്യായപ്രമാണത്തിന് ഇതിലൊരു പങ്കില്ലെന്നും വ്യക്തമാക്കിയിട്ട് പോലും ഗലാത്യ വിശ്വാസികൾ ന്യായപ്രമാണത്തിലേക്ക് തിരിഞ്ഞു. കാരണം അവരുടെ ഉള്ളിലുള്ള പാപ സ്വഭാവം അല്ലെങ്കിൽ ആ ജഡം അതിന് എന്നും കർമ്മങ്ങളിലേക്കൊരു ചായ്വുണ്ട്. ദൈവജനം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ പാപ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്മയിലേക്ക് മാത്രമല്ല, അല്ലെങ്കിൽ തിന്മ എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞ കാര്യങ്ങളിലേക്ക് മാത്രമല്ല പാപ സ്വഭാവത്തിന്റെ ചായ്വ്. ദൈവത്തിന് വിരോധമായിട്ടുള്ള എല്ലാ കാര്യത്തിലേക്കും അതിന് ചായ്വുണ്ട്. അതുകൊണ്ട് ഈ പാപ സ്വഭാവത്തിന്
കർമ്മങ്ങളിലേക്ക് താല്പര്യമുള്ളതിന്റെ കാരണം കൊണ്ടാണ് ഇന്ന് ലോകത്തിൽ നമ്മുടെ ചുറ്റിന് ആയിരക്കണക്കിന് മതങ്ങൾ കാണുന്നത്. ഈ മതങ്ങൾക്ക്, എല്ലാ മതങ്ങൾക്കും ചടങ്ങുകളുണ്ട്. അത് ചില മതങ്ങളിലെ ചടങ്ങുകളൊക്കെ വളരെ വളരെ ഹാർഷാണ്. കഴിഞ്ഞ ആഴ്ച മുസ്ലിംസിന്റെ ഒരു ഉത്സവമായിരുന്നു. ഞാൻ ഈ താമസിക്കുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ചുറ്റിനും ധാരാളം മുസ്ലിംസ് ഉണ്ട്. വീടിനോട് ചേർന്നുള്ള വീട്ടിൽ മുസ്ലിംസ് ആണ്. അവരുടെ നോയമ്പിന്റെ സമയത്ത് എന്തോ ഒരു കഠിന ഡിസിപ്ലിനാണ് ആചരിക്കുന്നത്. ചിലര് തുപ്പല് പോലും താഴോട്ട് ഇറക്കത്തില്ല. മനുഷ്യന്റെ ഉള്ളിലുള്ള ആ ജഡം ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കണ്ടുപിടിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. ഹിന്ദു മതമാണെങ്കിലും ഇസ്ലാം ആണെങ്കിലും ബുദ്ധമതമാണെങ്കിലും ലോകത്തിലുള്ള മറ്റേത് മതമാണെങ്കിലും ക്രിസ്തു മതമാണെങ്കിലും, ക്രിസ്തു മതം എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് കർമ്മത്തിൽ കൂടെ രക്ഷ പ്രാപിക്കുക എന്ന് പഠിപ്പിക്കുന്ന ക്രിസ്ത്യാനിറ്റിയുടെ ബ്രാഞ്ചസ്, ഇവരെല്ലാം ഇങ്ങനെയുള്ള കർമ്മങ്ങൾ കണ്ടുപിടിക്കും. ഇത് തന്നെയായിരുന്നു ഗലാത്യയിലുള്ള പ്രോബ്ലം. അതുകൊണ്ടാണ് ഗലാത്യരോട് ദൈവാത്മാവ് പറയുന്നത്, ആത്മാവിനാൽ ജീവിക്ക്, ജഡത്തിന്റെ ആഗ്രഹങ്ങളെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് ഫുൾഫിൽ ചെയ്യത്തില്ല. ജഡത്തിന്റെ ആഗ്രഹമോ മതപര കാര്യങ്ങളിൽ എന്നും കർമ്മങ്ങളിലും കൂദാശകളിലേക്കും ആയിരിക്കും. ഗലാത്യർ 5:13 നാം വായിക്കുന്നത്, 12 വരെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചല്ലോ. 5:13 വായിക്കുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം ഇതേ അധ്യായത്തില്. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പീൻ. ഇതിനു മുൻപ് 5-ാം അധ്യായത്തിന്റെ ആദ്യം ദൈവാത്മാവ് ഓർപ്പിച്ചത് അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുതെന്ന്. ഇവിടെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് സ്വാതന്ത്ര്യത്തിനായി നമ്മളെ വിളിച്ചത് നമ്മൾ ജഡത്തിന് അവസരമാക്കരുത്, ജഡത്തിന് അവസരം കൊടുക്കരുത്. ഞാൻ ഇതിനു മുൻപും പല പ്രാവശ്യം ഓർപ്പിച്ചതുപോലെ ഈ ഒരു 100 രീതിയിൽ വേർപാട് സഭകളിൽ ഓരോ സ്ഥലത്ത് അത് വെവ്വേറെയാണ്. ഒരു 100 രീതിയിലുള്ള മനുഷ്യനിർമ്മിത ചടങ്ങുകൾ കടന്നു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും അധികം കടന്നു വന്നതാണ് എക്സ്ക്ലൂസീവ് ബ്രദറൻ. അവരൊരു കൾട്ടായിട്ട് മാറി. എന്നാൽ നമ്മുടെ മധ്യയും മനുഷ്യ നിർമ്മിത ചടങ്ങുകൾ 1 by 1 പല സഭകളിൽ പല രീതിയിലാണ് കടന്നു വരാറുണ്ട്. ദൈവാത്മാവ് ഓർപ്പിക്കുന്ന, സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യരുത്. അവിടെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പീൻ. രണ്ടും തമ്മിൽ എന്താ ലിങ്ക്? അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കരുത് എന്ന് പറഞ്ഞ് അവിടെ വിഷയം തീരുകയാണ്. എന്നാൽ അങ്ങനെ പറയുന്നതിന് പകരം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പീൻ. രണ്ടും തമ്മിൽ ഉള്ള ലിങ്ക് എന്ത്? ഈ വേർപാട് സമൂഹത്തിൽ വന്നിരിക്കുന്ന മനുഷ്യനിർമ്മിത ചടങ്ങുകൾ നമ്മൾ ക്രമീകൃതമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാകും. മറ്റുള്ളവരെ ഒതുക്കുവാൻ വേണ്ടി, മറ്റുള്ളവരെ അവരവരുടെ നിയന്ത്രണത്തിൽ നിർത്തുവാൻ വേണ്ടിയാണ് ഈ ചടങ്ങുകൾ നിർമ്മിക്കപ്പെട്ടത്. സഹോദര പ്രീതി കാണിക്കാനല്ല, സഹോദരനെ സപ്രസ് ചെയ്യാന്, സഹോദരനെ ഒതുക്കുവാന്, സഹോദരനെ എന്റെ നിയന്ത്രണത്തിൽ നിർത്തുവാൻ വേണ്ടി ആണ് ഈ സഭയിലുള്ള ചടങ്ങുകൾ പലർ കണ്ടുപിടിച്ച് സഭയിൽ അടിച്ച് ആരോപിച്ചത്.
ഗലാത്യ വിശ്വാസികളോട് ദൈവാത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളിൽ ചിലർ ന്യായപ്രമാണത്തിനനുസരിച്ച് നടക്കുന്നു, നിങ്ങൾക്കതിൽ വലിയ അഭിമാനമാണ്, നിങ്ങൾ മറ്റുള്ളവരെ അതിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അത് സ്നേഹത്തിന്റെ ലക്ഷണമല്ല. നിങ്ങൾ വലിയ ആളുകൾ ആണെന്നുള്ളത് തെളിയിക്കുവാനും മറ്റ് സഹോദരന്മാരെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അത് സ്നേഹത്തിന്റെ അടയാളമല്ല, മത്സരത്തിന്റെ അടയാളമാണ്. സഹോദരനുമായിട്ട് മത്സരിച്ച് അവൻ ആത്മീയ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് കാണിച്ച് ഞാൻ ആത്മീയ ജീവിതത്തിൽ എന്തോ ആയിത്തീർന്നു എന്ന് തെളിയിക്കുവാൻ വേണ്ടി ഉള്ള ഒരു ടെൻഡൻസിയാണ്. ഇതായിരുന്നു ഗലാത്യ സഭയിൽ. ഇത് തന്നെ ഈ കഴിഞ്ഞ 2000 വർഷങ്ങളിൽ വേർപാട് പോലുള്ള ഒരു 100 പ്രസ്ഥാനങ്ങൾ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നു, 2-ാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നു, എല്ലാ നൂറ്റാണ്ടുകളിലും ഉണ്ടായിരുന്നു. അവിടെ എല്ലാം സ്വാതന്ത്ര്യം തുടങ്ങിക്കഴിഞ്ഞ് സഹോദരനെ ഒതുക്കുവാൻ വേണ്ടി ജഡത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള നിയമങ്ങൾ ഉണ്ടാക്കി. ഗലാത്യയിൽ ഇത് തന്നെയായിരുന്നു പ്രശ്നം. ഈ ന്യായപ്രമാണം അനുസരിച്ചവർ മറ്റ് സഹോദരന്മാരെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. അത് സ്നേഹത്തിന്റെ കാരണം കൊണ്ടല്ല. അതുകൊണ്ടാണ് ദൈവാത്മാവ് ഇവിടെ പറയുന്നത്, ജഡത്തിന് അവസരമാക്കരുത്, ആക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പീൻ. ഈ ന്യായപ്രമാണം മറ്റുള്ളവരുടെ മേളിൽ അടിച്ചേൽപ്പിക്കുന്നത് അത് ജഡത്തിന്റെ കാരണം കൊണ്ടാണ്. അത് പാടില്ല. സ്നേഹം കൊണ്ട് സേവിക്കുക, അവരെ കീഴ്പ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. നാം ഈ ദൈവവചനം കേൾക്കുന്ന ആളുകൾ പല സ്ഥലങ്ങളിൽ പല പ്രാദേശിക വേർപാട് സഭകളുടെയും വേർപാടല്ലാത്ത സഭകളുടെയും മെമ്പേഴ്സ് ഉണ്ടല്ലോ. അവർ എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. മറ്റ് വിശ്വാസികളെ മനുഷ്യ നിർമ്മിത ചടങ്ങുകൾക്ക് കീഴിൽ കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ശ്രമം അത് സ്നേഹത്തിന്റെ ആത്മാവല്ല, അവരെ നന്നാക്കാൻ വേണ്ടിയല്ല. എൻ്റെ ഉള്ളിലുള്ള ജഡം തലപൊക്കി അവരെ കീഴ്പ്പെടുത്താൻ നോക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഗലാത്യ ലേഖനം 5:14, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. ഈ കൂട്ടുകാരനെ സ്നേഹിക്കുക, ഈ വിഷയം ഇവിടെ വരാൻ കാരണം എന്ത്? ദൈവവചനം ഇവിടെ 2-3 കാര്യങ്ങളാണ് ഓർപ്പിക്കുന്നത്. ഒന്ന്, കൃപയുടെ സന്ദേശം മനസ്സിലാക്കിയ ആളുകൾ അയൽക്കാരനെ അവനെ പോലെ സ്നേഹിക്കണമെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. ന്യായപ്രമാണത്തിന്റെ പർപ്പസ് തന്നെ ദൈവത്തെയും അയൽക്കാരനെ സ്നേഹിക്കാൻ വിശ്വാസികളെ പഠിപ്പിക്കണം എന്നായിരുന്നു. എന്നാൽ മനുഷ്യ നിർമ്മിത നിയമങ്ങള്, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ മറ്റു മനുഷ്യരുടെ മേളിൽ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഒരു കാരണം സഹോദരനോട് സ്നേഹമില്ല. സഹോദരനെ സ്നേഹിക്കുന്നതിന് പകരം സഹോദരനെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തണം എന്നുള്ളതാണ്. സഭകളിലൊക്കെ പല രീതിയിലുള്ള മനുഷ്യ നിർമ്മിത അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന പല വ്യക്തികളെ എനിക്ക് പേഴ്സണലി അറിയാം. ബേസിക്കലി എൻ്റെ ഏജിന്റെ കാരണം കൊണ്ടാണ്, എക്സ്പോഷർ വളരെയുണ്ട്. അവിടെ എല്ലാം ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, മറ്റുള്ളവർക്ക് വേണ്ടി നിയമം ഉണ്ടാക്കുന്നു, അവരോര് ആ നിയമത്തിൽ നിന്ന് സ്വതന്ത്രരാണ്. എല്ലാവരുമല്ല, പലരുടെ ആറ്റിറ്റ്യൂഡ്, ഈ നിയമങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്, എനിക്കല്ല.
നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണ്, എനിക്ക് ആപ്ലിക്കബിൾ അല്ല. കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്ന ദൈവവചനം പറയുമ്പോൾ ഗലാത്യ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്, അവർ ഈ പരിച്ഛേദനയുടെ പുറകിൽ പോകുന്നത് അതൊന്നാമത് തെറ്റാണ്. രണ്ട്, പരിച്ഛേദനയുടെ പുറകെ പോകുന്നതിന്റെ കാരണം കൊണ്ട് മറ്റു വിശ്വാസികളെ അവർ സപ്രസ് ചെയ്യുകയാണ്, അത് തെറ്റാണ്. നേരെ മറിച്ച് അവർ ന്യായപ്രമാണത്തെയും കൃപയുടെ സന്ദേശത്തെയും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരനെ തന്നെ പോലെ സ്നേഹിക്കും. കൂട്ടുകാരനെ തന്നെ പോലെ സ്നേഹിക്കുവാണെങ്കിൽ ആവശ്യമില്ലാത്ത മനുഷ്യ നിർമ്മിത ചടങ്ങുകൾ അടിച്ചേൽപ്പിക്കത്തില്ല. ഈ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിരിക്കണം. ന്യായപ്രമാണം ആചരിക്കുന്ന ആളുകൾ മറ്റ് പല കാര്യങ്ങളും ആചരിക്കുന്ന ദിവസങ്ങളെയും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെയും ആചരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് ദൈവാത്മാവ് മറ്റ് ലേഖനങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കൃപയുടെ സന്ദേശത്തെ വിട്ട് മനുഷ്യനിർമ്മിത ചടങ്ങുകളുടെ പുറകെ പോകുന്നതിന്റെ പരിണിത ഫലമാണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അഞ്ചാം അധ്യായത്തിന്റെ 15-ാം വാക്യം, ഗലാത്യ ലേഖനം 5:15. നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ദൈവാത്മാവ് ഈ 13-ാം വാക്യം തൊട്ട് മനുഷ്യനിർമ്മിത ചടങ്ങുകൾ അത് ബേസിക്കലി ജഡാഭിലാഷമാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞ് ഓരോ വാക്യത്തിൽ ആദ്യത്തേതിനേക്കാൾ സീരിയസ് ആയിട്ടും ഇന്റൻസ് ആയിട്ട് ആ വിഷയം എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അപ്പൊ ഇതിനു മുൻപ് സഹോദരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഈ വാക്യം പെട്ടെന്ന് പറയുന്നത് അന്യോന്യം കടിക്കുകയും തിന്നുകളയും ചെയ്താലോ എന്ന്. കഴിഞ്ഞ 2000 വർഷത്തെ സഭാചരിത്രം വ്യക്തമാക്കുന്നത് കൃപയുടെ സന്ദേശം വ്യക്തമായിട്ട് മനസ്സിലാക്കി അത് അംഗീകരിച്ച് അതിനനുസരിച്ച് ജീവിച്ചു തുടങ്ങിയ സഭകൾ മനുഷ്യ നിർമ്മിത ചടങ്ങുകൾ എവിടെല്ലാം ആരോപിച്ചു അടിച്ചേൽപ്പിച്ചു അവിടെ എല്ലാം അന്യോന്യം കടിക്കുകയും തിന്നുകളയും ചെയ്യുകയാണ് സംഭവിച്ചത്. നമുക്കറിയാമല്ലോ, ഏകദേശം 200 വർഷം മുമ്പ് ഇംഗ്ലണ്ടിലാണ് ബ്രിട്ടീഷ് വേർപാട് പ്രസ്ഥാനം തുടങ്ങിയത്. ഏകദേശം 125 വർഷം മുമ്പാണ് ഇന്ത്യയിൽ വേർപാട് പ്രസ്ഥാനം തുടങ്ങിയത്. ഇത് ബ്രിട്ടനിലുള്ള വേർപാട് പ്രസ്ഥാനക്കാരെ ഇവിടെ വന്ന് സ്ഥാപിച്ചതല്ലെന്നുള്ളത് 1000 പ്രാവശ്യം പറയേണ്ടത് ആവശ്യമാണ്. ഇത് ദൈവാത്മാവിന്റെ ഒരു സ്വതന്ത്ര പ്രവർത്തനമായിരുന്നു. അപ്പൊ ആ 200 വർഷം മുൻപ് ഇംഗ്ലണ്ടിൽ തുടങ്ങിയ ആ വേർപാട് പ്രസ്ഥാനം നമുക്ക് നല്ല ഒരു കേസ് സ്റ്റഡിയാണ്. ഇന്ന് എഡ്യൂക്കേഷന് വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണല്ല കേസ് സ്റ്റഡി. ഒരു കേസ് അങ്ങോട്ട് പ്രസന്റ് ചെയ്തിട്ട് അത് അനലൈസ് ചെയ്യാൻ പറയും. അപ്പൊ ഈ പ്ലിമത്തിലുണ്ടായ വേർപാട് പ്രസ്ഥാനം നമ്മളുമായിട്ട് സാമ്യമുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു. അതേ സമയത്ത് അത് കേരള ബ്രദറൻ പ്രസ്ഥാനമല്ല. അതുകൊണ്ട് നമുക്കതൊരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കാം. പ്ലിമത്തിൽ വേർപാട് പ്രസ്ഥാനം തുടങ്ങി. വലിയ സന്തോഷത്തോടെ ആളുകൾ കൂടി വന്നു. ദൈവം നല്ല ബൈബിൾ ടീച്ചേഴ്സിനെ എഴുന്നേൽപ്പിച്ചു. അത് കഴിഞ്ഞ് ഒരു ബൈബിൾ ടീച്ചർ ചെയ്തത് മറ്റേ ആളിന് ഇഷ്ടമില്ല, മറ്റേ ആളിന് ആദ്യത്തെ ആൾ ചെയ്യുന്നത് ഇഷ്ടമില്ല. നിയമങ്ങൾ കൊണ്ടുവന്നു, മനുഷ്യനിർമ്മിത നിയമങ്ങൾ കൊണ്ടുവന്നു. ആദ്യത്തെ ആള് രണ്ടാമത്തെ ആളിനെ മുടക്കി, രണ്ടാമത്തെ ആള് മൂന്നാമത്തെ ആളിനെ മുടക്കി. അങ്ങനെ 1ാം തലമുറ ബ്രിട്ടീഷ് വേർപാട് സമൂഹത്തിൽ മുടക്ക് തന്നെ മുടക്ക്. നാം അതും ഈ വാക്യവും
തമ്മിൽ തുലനം ചെയ്തു നോക്കണം. നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയും ചെയ്താലോ? ഇംഗ്ലണ്ടിൽ ഉണ്ടായ വേർപാട് പ്രസ്ഥാനത്തിന്റെ 1-ാം തലമുറയിലുള്ള ടോപ്പ് ലീഡേഴ്സ് എല്ലാവരും അങ്ങോട്ട് കടിച്ചു കീറുകയും വേർപാട് പ്രസ്ഥാനം 6 8 സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്തു. അതിലൊന്നാണ് പ്ലിമത്ത് ബ്രദറൻ. എക്സ്ക്ലൂസീവ് ബ്രദറൻ ആണ് അതിൽ ഏറ്റവും എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ളത്, കടിച്ചു കീറുന്നതിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ളത്. വൈ? ന്യായപ്രമാണത്തോടുള്ള ചായ്വ്. ന്യായപ്രമാണത്തോട് എന്തുകൊണ്ട് ചായ്വ്? സിൻ നേച്ചർ. ആ പാപ സ്വഭാവത്തെ നിയന്ത്രിക്കാത്തതിന്റെ കാരണം കൊണ്ട് ആ പാപ സ്വഭാവമാണ് ഈ കാര്യങ്ങളിൽ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. എക്സ്ക്ലൂസീവ് ബ്രദറൻ പ്രസ്ഥാനം 10,000-കണക്കിന് ആളുകളുടെ ജീവിതത്തെ നശിപ്പിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി ആ പ്രസ്ഥാനത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സ്വന്തം കുടുംബത്തോട് പോലും ബന്ധപ്പെടാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. ആൻഡ് പ്ലിമത്ത് ബ്രദറിലുള്ള ഒരു വ്യക്തി എക്സ്ക്ലൂസീവിലുള്ള ഒരു വ്യക്തി തൻ്റെ റിലേറ്റീവ്സ്, എക്സ്ക്ലൂസീവിലല്ലാത്ത തൻ്റെ റിലേറ്റീവ്സിനോട് ഏതെങ്കിലും രീതിയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഉടൻ അച്ചടക്ക നടപടിയായിരുന്നു. നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഇരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ദൈവാത്മാവ് ഓർപ്പിക്കുന്നത് എവിടെയെങ്കിലും കൃപയുടെ സന്ദേശത്തിൽ എവിടെയെങ്കിലും ഒരു ശകലമെങ്കിലും ന്യായപ്രമാണം, കർമ്മത്തിൽ കൂടെയുള്ള രക്ഷ എന്നുള്ള ആശയം വന്നുപോയാൽ പിന്നെ ആ ആശയം അംഗീകരിച്ചിട്ടുള്ള ആളുകൾ അവരുടെ ജഡത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും അവരുടെ ജഡം ഒരു 100 രീതിയിലുള്ള മനുഷ്യനിർമ്മിത ചടങ്ങുകൾ നിർമ്മിക്കുകയും മറ്റുള്ളവരെ ഒടുക്കിക്കളയാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. ഇംഗ്ലണ്ടിലുള്ള ബ്രദറൻ പ്രസ്ഥാനം ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം വ്യക്തമാകും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഓൾറെഡി ഇന്ന് നമ്മൾ വേർപാട് പ്രസ്ഥാനം വളരെ ഡീമോറലൈസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ. അതിൽപ്പെട്ട നമ്മൾ, പ്രത്യേകിച്ച് ലീഡർഷിപ്പിലുള്ള ആളുകൾ, അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്യുവാൻ വേണ്ടി അതിനുവേണ്ടിയുള്ള നിയമങ്ങൾ ഉണ്ടാക്കാതെ ദൈവകൃപ പ്രവർത്തിക്കുവാൻ വേണ്ടി അനുവദിക്കണം. ഈ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ചെറിയ നിയമം തൊട്ടങ്ങ് വലിയ നിയമങ്ങൾ വരെയാകാം. ഉടുപ്പിന് 5 ബട്ടൺസേ പാടുള്ളൂ, 6 പാടില്ല, 6 ആയാൽ അത് തെറ്റാണ്, ജഡീകത്വമാണെന്ന് പറയുന്ന നിയമം തൊട്ട് അങ്ങനെയുള്ള നിയമങ്ങളുണ്ട് എന്ന് പ്രത്യേകം ഞാൻ ഓർപ്പിക്കട്ടെ. അങ്ങനെയുള്ള കണ്ടാൽ സ്റ്റുപ്പിഡായിട്ട് തോന്നുന്ന നിയമം തൊട്ട് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള നിയമങ്ങൾ വരെ, അത് ബേസിക്കലി കൃപയുടെ സന്ദേശം വിട്ട് ന്യായപ്രമാണത്തിലോട്ട് പോകുന്നതിന്റെ കാരണം കൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്യും. അത് ഇംഗ്ലണ്ടിലെ വേർപാട് പ്രസ്ഥാനത്തെ ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കേരളത്തിലും അങ്ങനെയുള്ള ധാരാളം പ്രവണതകൾ വിശ്വാസികളുടെ മധ്യേ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഒരു വിശ്വാസി ഒരു തെറ്റിലകപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ യഥാസ്ഥാനപ്പെടുത്തുന്നതിന് പകരം അച്ചടക്കവും യഥാസ്ഥാനപ്പെടുത്തുകയും, രണ്ടും വേണം, ഡിസിപ്ലിനും യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യണം. അതിന് പകരം ആ വ്യക്തിയെ സഭയ്ക്ക് പുറന്തള്ളണം എന്നുള്ള ടീച്ചിങ് ഇപ്പോൾ പലർ വളരെ ശക്തമായിട്ട് പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതല്ല ഗോസ്പൽ, അതല്ല സഭ എന്നുള്ള കാര്യം ദൈവാത്മാവ് ഗലാത്യ ലേഖനത്തിൽ ഓർപ്പിക്കുന്നു. ഇതിന്റെ എല്ലാം മൂലകാരണം എന്ത്? മൂലകാരണം കൃപയുടെ സന്ദേശം മറന്നുപോകുന്നതാണ് എന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. 5:16, 5-ാം അധ്യായത്തിന്റെ 16
ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. പഴയ നിയമത്തിലും പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പഴയ നിയമത്തിൽ നിന്ന് ഭിന്നമാണ് പുതിയ നിയമത്തിൽ. അതിന് കാരണമുണ്ട്. പഴയ നിയമത്തിൽ വിശ്വാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാരായിരുന്നു. യഹൂദനല്ലാത്ത ഒരു വ്യക്തി കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചാൽ അവൻ യഹൂദ മതത്തിലോട്ട് ചേരുകയായിരുന്നു പഴയ നിയമത്തിൽ. അങ്ങനെ യഹൂദ മതത്തിലോട്ട് ചേർന്ന ധാരാളം ആളുകളെ കുറിച്ച് ബൈബിളിലും ബൈബിളിന്റെ പുറത്തുള്ള യഹൂദന്മാരുടെ ചരിത്രത്തിലും സെക്യുലർ ചരിത്രത്തിലും നമ്മൾ കാണുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിരുന്നു. അതൊരു ബേസിക്കലി പഴയ നിയമകാലത്ത് വിശ്വാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു വലിയൊരു കുടുംബമായിരുന്നു, രക്തബന്ധമുള്ള ഒരു കുടുംബമായിരുന്നു. രക്തബന്ധം ഇല്ലാത്ത ആരെങ്കിലും രക്ഷ പ്രാപിക്കാൻ ആഗ്രഹിച്ചു എങ്കിൽ അവൻ പരിച്ഛേദന ഏറ്റ് ആ കുടുംബത്തിലോട്ട് വന്ന് ചേരുകയാണ് ചെയ്തത്. പുതിയ നിയമത്തിലെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോസ്പൽ ലോകമെമ്പാടും പ്രീച്ച് ചെയ്ത് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച ആളുകൾ തമ്മിൽ യാതൊരു രക്തബന്ധമില്ലാത്തവരാണ്. ഇപ്പം പെന്തിക്കോസ്ത് നാളിൽ 3000 ആളുകൾ രക്ഷയുടെ അനുഭവത്തിൽ വന്നു. അത് ബേസിക്കലി യഹൂദന്മാരായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് ആ ഗോസ്പൽ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് തുടങ്ങിയതോടെ യഹൂദന്മാർ അല്ലാത്തവർ, പലപ്പോഴും പുതിയ നിയമത്തിൽ യവനൻ എന്നുള്ള വാക്കാണ്. എന്നാൽ യവനൻ എന്നുള്ളത് ഗ്രീക്സ് മാത്രമല്ല, അത് ബേസിക്കലി നോൺ ജ്യൂസ് എന്നുള്ള അർത്ഥമാണ്. എല്ലാ ഭാഷയിലും അങ്ങനെ ഉള്ള പദപ്രയോഗങ്ങളുണ്ട്. ചില വർഷങ്ങൾക്ക് മുൻപ് വടക്കേ ഇന്ത്യയില്, തെക്കേ ഇന്ത്യയിൽ നിന്ന് ആര് വന്നാലും മദ്രാസിയായിരുന്നു. മലയാളി കേരളൈറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല, എല്ലാം മദ്രാസികളായിരുന്നു. ഇന്ന് കേരളത്തിൽ 50 ലക്ഷം മൈഗ്രന്റ് ലേബറേഴ്സ് ഉണ്ട്. എല്ലാം ബംഗാളികളാണ്. എല്ലാരെയും നമ്മുടെ ആളുകൾ ബംഗാളികൾ എന്നാണ് പറയുന്നത്. അതേസമയത്ത് അവർ ബംഗാളിൽ നിന്നുണ്ട്, ബീഹാറിൽ നിന്നുണ്ട്, ഒറീസയിൽ നിന്നുണ്ട്, ആസാമിൽ നിന്നുണ്ട്. മലയാളിക്ക് എല്ലാവരും ബംഗാളികളാണ്. ഇതുപോലെ തന്നെ പുതിയ നിയമത്തിൽ യവനന്മാരെന്ന് പറഞ്ഞാല് വിജാതിയർ എന്നുള്ള അർത്ഥത്തിലാണ് ഒരു നല്ല ശതമാനം സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഈ വിജാതിയർ കർത്താവിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരൊരു കുടുംബത്തിന്റെ മെമ്പേഴ്സ് അല്ല, ലോകപ്രകാരം ഒരു കുടുംബത്തിന്റെ മെമ്പേഴ്സ് അല്ല. പരസ്പര രക്തബന്ധമില്ല. രക്തബന്ധമുള്ളിടത്ത് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ഇവിടെ യാതൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല. രക്തബന്ധം ഉള്ളിടത്ത് ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കരുതലുണ്ട്. എത്ര പഴക്കമുള്ള ഒരു കുടുംബമാണെങ്കിലും എമർജൻസി വരുമ്പം എല്ലാവരും ഒന്നിച്ചു വരും. എന്നാൽ പുതിയ നിയമസഭയിൽ അങ്ങനെയുള്ള രക്തബന്ധങ്ങളില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടും പുതിയ നിയമത്തിൽ സാത്താന്റെ പ്രവർത്തനം അത് പഴയ നിയമത്തെക്കാളൊക്കെ വളരെയധികം ഇന്റൻസ് ആയതുകൊണ്ട് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പഴയ നിയമത്തെക്കാൾ വളരെ വ്യത്യസ്തമാണ്. അതിൽ ഒന്നാണ് അനുദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ്. ആ അനുദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിനെ കുറിച്ചാണ് ആത്മാവിനെ അനുസരിച്ച് നടപ്പിന്ന് പറയുന്നത്. അങ്ങനെ അനുദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ്, മാർഗദർശനം പ്രാപിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജീവിതം നയിക്കണം എന്ന് പുതിയ നിയമത്തിൽ മറ്റു പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വരും എന്നുള്ളതിനെ കുറിച്ച് പുതിയ നിയമത്തിൽ മറ്റു ഭാഗങ്ങൾ വ്യക്തമായിട്ട് പറയുന്നത്, ഒരു വ്യക്തി താൻ ചെയ്തിട്ടുള്ള പാപങ്ങളെ 1 യോഹന്നാൻ 1:9 ഏറ്റുപറഞ്ഞ് പാപങ്ങളിൽ നിന്ന് ക്ഷമ പ്രാപിച്ച്, അശുദ്ധിയിൽ നിന്ന് ക്ഷമ പ്രാപിച്ച്, ശുദ്ധീകരണം പ്രാപിച്ച്, ദൈവവചനം ധ്യാനിച്ച്
ദൈവവചനത്തിന്റെ നിറവിൽ ജീവിതം നയിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ നിയന്ത്രിക്കുന്നു. ഇത് 4-5 ഭാഗങ്ങളെ ഞാൻ ഒന്നിച്ച് പെട്ടെന്ന് കമ്പൈൻ ചെയ്തതാണ്. അതെന്റെ മെയിൻ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ ആ വാക്യങ്ങൾ ഇന്ന് എടുക്കുന്നില്ല. എന്നാൽ ഇങ്ങനെ ഒരു വ്യക്തി ചെയ്യുമ്പോൾ താൻ പരിശുദ്ധാത്മാ നിറവുള്ള ഒരു ജീവിതം നയിക്കുകയും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള ജീവിതം നയിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലുള്ള ജീവിതം നയിക്കുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആത്മാവിനെ അനുസരിച്ച് ആ വ്യക്തി നടക്കും. ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ദൈവവചനം പറയുന്നു. ജഡത്തിന്റെ മോഹം എന്ന് പറഞ്ഞാല് ഈ മർത്യ ശരീരത്തിന്റെ മോഹം എന്നുള്ള അർത്ഥമല്ല ഇവിടെ. ജഡം എന്നുള്ളത് പുതിയ നിയമത്തിൽ പല അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പെട്ടെന്നൊന്ന് ഓർപ്പിക്കട്ടെ. ശരീരത്തിന്റെ ചില അവയവങ്ങളെ ജഡം എന്ന് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യ ശരീരത്തിനെ ജഡം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെയും റോമാലേഖനം 7-ാം അധ്യായത്തിലും അതുപോലുള്ള മറ്റു പല വാക്യങ്ങളിലും ജഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള പാപ സ്വഭാവത്തെ കാണിക്കുന്നു. ആ സ്വഭാവത്തെ ജഡം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സ്വഭാവത്തിന് അതിൻ്റെതായ മോഹമുണ്ട്, അല്ലെങ്കിൽ മോഹങ്ങളുണ്ട്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്ന് പറഞ്ഞ ആ വാക്യം തുടങ്ങി മറ്റ് പല വാക്യങ്ങളിലും ജഡമോഹം ജഡം എന്ത് ആഗ്രഹിക്കുന്ന എന്ന് പുതിയ നിയമം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടന്നില്ലെങ്കിൽ ജഡത്തിന്റെ മോഹങ്ങളെ തൻ്റെ ജീവിതത്തിൽ ഫുൾഫിൽ ചെയ്യും. എന്നാൽ ജഡത്തിന്റെ മോഹങ്ങളെ അകറ്റി നിർത്തണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കണം. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകണമെങ്കിൽ ദൈവവചനം നമ്മുടെ മനസ്സുകളെ നിറയ്ക്കണം. ദൈവവചനം നമ്മുടെ മനസ്സുകളെ നിറയ്ക്കണമെങ്കിൽ ജസ്റ്റ് ദൈവവചനം വായിച്ചാൽ പോരാ, നേരെ മറിച്ച് നമ്മൾ ദൈവവചനത്തിന്റെ മുൻപിൽ വരുമ്പോൾ നമ്മുടെ എല്ലാ പാപങ്ങളെയും കുറ്റങ്ങളെയും ഏറ്റുപറഞ്ഞ് 1 യോഹന്നാൻ 1:9 പാപക്ഷമയും വിശുദ്ധീകരണം പ്രാപിക്കണം. ഈ സ്റ്റെപ്സ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. നമ്മൾ പാപത്തിൽ പെട്ടുപോകാറുണ്ട്. പാപത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ഇല്ലാതായി മാറും. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ ഇല്ലാതായി മാറുമ്പോൾ നമ്മൾ ജഡത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ച് നടക്കും. അത് മനസ്സിലാക്കിയാൽ ഉടൻ തന്നെ ആദ്യമേ നമ്മൾ പാപങ്ങളെ ഏറ്റുപറയണം. 1 യോഹന്നാൻ 1:9 നമുക്കറിയാവുന്ന പാപങ്ങളെല്ലാം ഏറ്റുപറയണം. അങ്ങനെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ദൈവാത്മാവ് ആ പാപങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ അറിയാതെ കടന്നു വന്ന പാപങ്ങളെല്ലാം ക്ഷമിച്ച് നമ്മളെ വിശുദ്ധീകരിക്കുക. അങ്ങനെ വിശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ദൈവവചനം വായിച്ചു പഠിക്കാൻ നമ്മുടെ മനസ്സുകൾ ഓപ്പൺ ആകും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് പാപ സ്വഭാവം സപ്രസ് ചെയ്ത് നിൽക്കും. നമ്മുടെ മനസ്സ് ദൈവവചനം വായിച്ച് പാരായണം ചെയ്ത് മനസ്സിലാക്കാൻ ഓപ്പൺ ആകുമ്പോൾ നമ്മൾ അങ്ങനെ ദൈവവചനം വായിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യും. അങ്ങനെ ദൈവാത്മാവിന്റെ ഗൈഡൻസിൽ ദൈവവചനം അല്ലെ ഇരുവായത്തിലുള്ള വാൾ നമ്മൾ റെഗുലറായിട്ട് വായിച്ച് പഠിച്ച് പാരായണം ചെയ്യുമ്പോൾ ആദ്യമേ അത് നമ്മളെ വിശുദ്ധീകരിക്കും. വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അത് ഒറ്റ ഒരു പ്രാവശ്യം നടക്കുന്ന കാര്യമല്ല, അത് അനുദിന ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ്. അപ്പൊ ആ ഇരുവായത്തിലുള്ള വാള് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മനസ്സുകളെ വിശുദ്ധീകരിച്ച് ദൈവവചനം നമ്മുടെ മനസ്സുകളിൽ നിറയും. അങ്ങനെ ദൈവവചനം നമ്മുടെ മനസ്സുകളിൽ നിറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ദൈവാത്മാവ് നമ്മുടെ മനസ്സുകളെ നിയന്ത്രിക്കുന്നു. ഇതെല്ലാം പുതിയ നിയമം വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ദൈവാത്മാവ് നമ്മളെ നിയന്ത്രിക്കുമ്പോൾ നമ്മൾ ആത്മാവിന്റെ നിറവുള്ള ആളുകളായി മാറും. അങ്ങനെ ആത്മാവിന്റെ നിറവുള്ള ആളുകളായി മാറുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നാം നടക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല. ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നാം നടക്കുന്ന അത്രയും കാലം
ജഡമോഹങ്ങളെ ഫുൾഫിൽ ചെയ്യത്തില്ല. ആത്മാവിന്റെ നിയന്ത്രണം വിട്ടുപോയോ ജഡം തലപൊക്കും, നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തും. ജഡവും ആത്മാവും തമ്മിൽ വലിയ പോരാട്ടം നടക്കുന്നു എന്നുള്ളത് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അത് പാടില്ല. ദൈവാത്മാവിന് നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം വിട്ടുകൊടുക്കണം. ദൈവാത്മാവിന് നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം വിട്ടുകൊടുക്കുന്ന അതൊരു സ്റ്റെപ്പല്ല, അതിൽ പല സ്റ്റെപ്സ് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അങ്ങനെ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നു. 17-ാം വാക്യം. 17-ാം വാക്യം, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം ഓർപ്പിക്കുന്നത് ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്ന. ഞാൻ 2 മിനിറ്റ് മുമ്പ് പറഞ്ഞ ആ കാര്യമാണ്. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നാം ജീവിക്കുവാണെങ്കിൽ ആത്മാവിനനുസരിച്ച് നമ്മൾ നടക്കും. അതേ സമയത്ത് ആത്മാവിന്റെ നിയന്ത്രണം വിട്ടുപോയാൽ ജഡത്തിന്റെ നിയന്ത്രണ പ്രകാരം നാം ജീവിക്കും. ദൈവവചനം എംഫാറ്റിക്കലി പറയുന്ന അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവ് നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നു, വിശുദ്ധിയിലേക്കും വേർപാടിലേക്കും സമർപ്പണമുള്ള ഒരു ജീവിതത്തിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നു. ജഡമോ അശുദ്ധിയിലേക്കും അരാജകത്വം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നമ്മെ നയിക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസികളായ നാം ഒരു നിമിഷം ഒന്ന് പോസ് ചെയ്ത് നാം നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്ത് എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ആത്മീയ ജീവിതത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ നിയന്ത്രണത്തിലാണോ നാം നടക്കുന്നത്, അതോ ജഡത്തിന്റെ നിയന്ത്രണത്തിലാണോ നാം നടക്കുന്നത്? പ്രത്യേകം നാം പരിശോധിക്കേണ്ടതാണ്. അത് ഈ 21-ാം നൂറ്റാണ്ടില്, അതിൻ്റെ 21-ാം നൂറ്റാണ്ട് കാൽ നൂറ്റാണ്ടായി കഴിഞ്ഞു. 2024-ലാണ് കാൽ നൂറ്റാണ്ട് കംപ്ലീറ്റ് ആയത്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അടുത്ത കാലിലോട്ട് നമ്മൾ കാല് വെച്ചിരിക്കുകയാണ്. ഈ നൂറ്റാണ്ടിന്റെ ഒരു പ്രത്യേകത മനുഷ്യനെ നന്മയിൽ നിന്ന് തിന്മയിലേക്കും ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ നിന്ന് ജഡത്തിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള 1000 തന്ത്രങ്ങൾ മനുഷ്യർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ന് എന്നെ ശ്രവിക്കുന്ന 50-ന്റെ താഴെയുള്ള വിശ്വാസികളെ ഞാൻ പ്രത്യേകം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ 50-ന്റെ താഴെ എന്ന് പറയാൻ കാരണം നിങ്ങളെല്ലാം 70, 80, 90 വയസ്സ് വരെ ജീവിക്കും എന്നുള്ള പ്രതീക്ഷയും കൊണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അടുത്ത ഒരു 30-40 വർഷം കർത്താവ് വരാൻ താമസിക്കുവാണെങ്കിൽ, കർത്താവ് വരാൻ താമസിച്ചെങ്കിൽ അടുത്ത 30-40 വർഷം നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിരിക്കും. മനുഷ്യർ കണ്ടിട്ടില്ലാത്ത സ്പീഡിലാണ് ടെക്നോളജി ഇന്ന് വളരുന്നത്. മനുഷ്യ മനസ്സുകളെ എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ള ടെക്നോളജി 1930-ലാണ് മനുഷ്യർ പഠിച്ചു തുടങ്ങിയത്. ഹിറ്റ്ലറിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് മനഃശാസ്ത്രജ്ഞന്മാരാണ് മനുഷ്യ മനസ്സുകളുടെ നിയന്ത്രണം എന്നുള്ള വിഷയം ക്രമീകൃതമായിട്ട് പഠിച്ചു തുടങ്ങിയത്. അങ്ങനെ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഡെപ്ത് അനാലിസിസ് എന്ന് പറഞ്ഞ് സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ച് തുടങ്ങിയത്. ഇവിടെ ആരെങ്കിലും സൈക്കോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഡെപ്ത് അനാലിസിസ് ഒരു സീക്രട്ട്, ഒരു സൈക്കോളജിയിൽ തന്നെ ഒരു സീക്രട്ട് ഒരു വിഭാഗമാണ്. അത് ഈ BA MA സൈക്കോളജിയിലൊന്നും പഠിപ്പിക്കാറില്ല. ആ ഡെപ്ത് അനാലിസിസിൽ തുടങ്ങി 2025 ആയപ്പോഴത്തേക്ക് 95 വർഷമായി
ഈ 95 വർഷങ്ങളിൽ കഴിഞ്ഞ ചില വർഷം കൊണ്ട് ഡെപ്ത് അനാലിസിസ് വളരെയധികം ഡെവലപ്പ് ചെയ്ത് മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കാനുള്ള എല്ലാ ടെക്നീക്സും വളരെയധികം പവർഫുൾ ആയിരിക്കുകയാണ്. കർത്താവ് വരാൻ താമസിച്ചെങ്കിൽ അടുത്ത ഒരു 10-15 വർഷം കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നതായിരിക്കും. ഞാൻ ശരിയായിട്ടാ ചിന്തിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ തെറ്റായിരിക്കും ചെയ്യുന്നത്. ആ രീതിയിൽ മനുഷ്യനെ കൺഫ്യൂസ് ചെയ്യാനുള്ള മെത്തേഡ്സ് വന്നു കഴിഞ്ഞു, അത് ഡെവലപ്പ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. അവ തമ്മിൽ പ്രതികൂലമാണ്. ഇത് മനസ്സിലാക്കി, പ്ലസ് നമ്മൾ വളരെ ഡേഞ്ചറസ് ഒരു പീരീഡിലാണ് ജീവിക്കുന്നത്, അതുകൂടെ മനസ്സിലാക്കി എവറി ഡേ ഒന്നിലധികം പ്രാവശ്യം ദൈവം മുൻപാകെ മനസ്സിൽ അവനവൻ ചെയ്ത കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമയും ശുദ്ധീകരണവും പ്രാപിച്ച് ദൈവവചനം വായിച്ച്, ദൈവവചനം നമ്മുടെ മനസ്സുകളെ, ആ ഇരുവായത്തിലുള്ള വാൾ മനസ്സുകളെ ശുദ്ധീകരിച്ച്, ദൈവവചനം നമ്മുടെ മനസ്സുകളെ നിറച്ച്, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ട്, നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ കൊടുത്ത്, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കാൻ ദൈവം സഹായിക്കട്ടെ. ഇത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഈ 21-ാം നൂറ്റാണ്ടിൽ ഇത് ഒരു ദിവസം ഒന്നിൽ അധികം പ്രാവശ്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് ചില പ്രൊഫഷനിലുള്ളവർ ഇത് ഒന്നിലധികം പ്രാവശ്യം ചെയ്ത് അവരെ തന്നെ വിശുദ്ധീകരിച്ച് അവരെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. 18-ാമത്തെ വാക്യം, 13 തൊട്ട് 18 ഒരു സെക്ഷനാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. 18-ാമത്തെ വാക്യം പറയുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ഇത് പ്രായോഗിക ജീവിതത്തെ കുറിച്ച് 17-ാം വാക്യം വരെ പറഞ്ഞു കഴിഞ്ഞ് പെട്ടെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം എന്നല്ലേ പറഞ്ഞത്. അങ്ങനെ നടക്കുന്നെങ്കിൽ അതിൻ്റെ കൂടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. അതുകൊണ്ട് ഈ ന്യായപ്രമാണം ആചരിക്കുവാൻ പോകുമ്പോൾ അതിൽ കൂടെ വരുന്ന 100 രീതിയിലുള്ള മനുഷ്യനിർമ്മിത കാര്യങ്ങൾക്ക് അതിൽ പെട്ടുപോകരുത്. ദൈവം സഹായിച്ചു, ഇവിടെ വരെ എത്തിച്ചേരാൻ സാധിച്ചു. അതിന് ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. ഈ അധ്യായത്തിന്റെ ബാക്കി വാക്യങ്ങളും അടുത്ത അധ്യായവും പ്രാക്ടിക്കൽ ലൈഫിനെ തന്നെ സ്പർശിക്കുന്ന വിഷയങ്ങളാണ്. ദൈവം അനുവദിച്ചാൽ വരുന്ന ആഴ്ചകളിൽ നമ്മളത് കവർ ചെയ്യുന്നതായിരിക്കും. എന്നാൽ ഇത് കവർ ചെയ്യുന്നതിന് മുൻപ് പിന്നെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, പ്രായോഗിക ജീവിതം ഇല്ലാത്ത ഉപദേശം അത് ഡെഡാണ്, അതൊരു ഡെഡ് ബോഡിയാണ്. പരീശന്മാരാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം. എന്നാൽ ഉപദേശം ഇല്ലാത്ത പ്രായോഗിക ജീവിതം അത് വെറും ഒരു പേഗൻ, ഒരു വിജാതിയന്റെ ജീവിതമാണ്. ഇൻഫാക്ട് ഉപദേശം ഇല്ലാത്ത ജീവിതം അവർക്കാണ് നമ്മളെക്കാൾ ബെറ്റർ ഉള്ളത്. ഞാൻ താമസിക്കുന്ന ഈ സ്ഥലത്ത് അടുത്ത് പല മുസ്ലിം പള്ളികളുണ്ട്. അവിടെ ബാങ്ക് വരുന്ന സമയത്ത് അവർ എത്രയോ ഭക്തിയോടെയാണ്, ഒരു ദിവസം എത്ര പ്രാവശ്യമാണ് അവർ എവിടാണ് അവിടെ ടൈം എടുത്തിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്. കേരളത്തില് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും. ഉപദേശമില്ലാത്ത ജീവിതം, ഉപദേശമില്ലാത്ത ജീവിതവും ജീവിതമില്ലാത്ത ഉപദേശം രണ്ടും ഡെഡാണ്. ഉപദേശവും ജീവിതവും തമ്മിൽ ഒരു സന്തുലനം ഉണ്ടായിരിക്കണം. ഗലാത്യ ലേഖന അക്കാര്യം നമ്മളെ ഓർപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു സന്തുലനത്തോടെ ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എന്നാൽ അതിന് ആ സ്റ്റെപ്സ് ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ. എവറി ഡേ ഒന്നിലധികം പ്രാവശ്യം നാം നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് ദൈവാത്മാവിന്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ച് നമ്മുടെ പാപങ്ങൾക്ക് ക്ഷമ ചോദിച്ച്, പാപങ്ങളിൽ നിന്നുള്ള ക്ഷമയും
മറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിശുദ്ധിയും പ്രാപിച്ച് ദൈവവചനം വേണ്ട അത്രയും വായന, പഠനം, ധ്യാനം ചെയ്ത് ഇരുവായത്തിലുള്ള ആ വാളും കൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിച്ച്, ദൈവാത്മാവിന്റെ നിറവിൽ ജീവിച്ച്, ആത്മാവിനാൽ ജീവിച്ച് ജഡത്തിന്റെ അഭിലാഷങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.